വരുന്ന നിമിഷങ്ങളിൽ തൻ്റെ ജീവിത സാക്ഷ്യ വിവരണം നാമുമായി പങ്കുവെക്കുന്നത് ബ്രദർ ഔസേപ്പച്ചൻ ചെറുനിലമാണ്. അദ്ദേഹം കേരള കരിസ്മാറ്റിക് ഉപദേശക സമിതി അംഗവുമാണ്. വളരെ നാളുകളായി വചനവേദിയിൽ നിലനിൽക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. കരങ്ങളടിച്ച് ഈ വചനവേദിയിലേക്ക് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന പ്രദേശത്തെ ഒരു കുടിയേറ്റ കൃഷിക്കാരൻ്റെ മകനാണ്. ഇപ്പോൾ കോഴിക്കോട് താമസിക്കുന്നു. കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു സംഭവമുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ടായി. 60 വർഷം മുമ്പ്, എനിക്കിപ്പോൾ 63 വയസ്സായി. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അന്ന് എൻ്റെ വീടിനടുത്തൊരു കിണർ കുത്തി. വേനൽക്കാലത്താണ് കുത്തിയത്. പിന്നീട് മഴക്കാലമായി, അതിനകത്ത് നല്ല വെള്ളമായി. ഒരു ദിവസം അമ്മ എന്നെ നോക്കുമ്പോൾ കാണുന്നില്ല. മുറിക്കകത്തെല്ലാം നോക്കി, വീടിൻ്റെ ചുറ്റും നോക്കി, എന്നെ കാണുന്നില്ല. അമ്മയ്ക്കൊരു സംശയം, കിണറ്റിൽ വീണോന്ന്. അപ്പോൾ അന്നത്തെ ജോലി തിരക്ക് കാരണം, കുടിയേറ്റത്തിൻ്റെ ആരംഭ കാലഘട്ടമല്ലേ, അതിന് വട്ടം കെട്ടാൻ പറ്റിയില്ല. അമ്മ വന്ന് നോക്കുമ്പോൾ ഞാൻ കിണറ്റിൽ കിടക്കുക. അമ്മ ഉടനെ കിണറ്റിൽ ചാടാൻ തുടങ്ങി. അപ്പോൾ അവിടെ അടുത്ത് കുറച്ച് സ്ത്രീ തൊഴിലാളികളുണ്ടായിരുന്നു കാട് തെളിക്കാൻ വേണ്ടി. അവരോടി വന്നു. അമ്മയെ അവർ വട്ടം പിടിച്ചു. അവിടെ കിടന്ന് വലിയ നിലവിളിയും ബഹളവുമായി. ഇത് ഞങ്ങളുടെ വീടിന് താഴെ ഒരു പുഴയുണ്ട്, വലിയൊരു പുഴയുണ്ട്. പുഴയ്ക്ക് അക്കരെ ഒരു കുന്നിൽ പണിയെടുത്തുകൊണ്ടിരുന്നവർ ഈ സ്വരം കേട്ടു. അവരിത് കണ്ടു. അവർക്ക് മനസ്സിലായി ആരോ കിണറ്റിൽ വീണു എന്ന്. അവരെ ഈ തോട് നീന്തി കടന്ന് ഇക്കരെ വന്ന് ആ തോടിൻ്റെ അടുത്ത് പണിതെടുത്തുകൊണ്ടിരുന്ന എൻ്റെ ചാച്ചനോടും ജോലിക്കാരോടൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടെയും കൂട്ടമായിട്ട് ഓടി വന്നപ്പോൾ ഞാൻ കിണറ്റിൽ കിടക്കുക. ഇറങ്ങാനൊരു നിവൃത്തിയുമില്ല. അവിടെ നിന്ന് ഇപ്പോൾ 1.5 ഫർലോങ് അകലെയുള്ള ഒരു വീട്ടിൽ പോയി ഒരു ഏണി എടുത്തുകൊണ്ട് വന്നാണ് ഇറങ്ങി ഒരു കൊട്ടയിൽ എന്നെ എടുത്തത്. എല്ലാവരും വിചാരിച്ചത് ഞാൻ മരിച്ചുപോയെന്നാണ്. പലരും പറയുന്നത്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് ഓടി വന്ന അന്നത്തെ കാർന്നോന്മാരൊക്കെ എന്നോട് പറയുന്നത്, നിന്നെ കണ്ടതിന് ശേഷം ചുരുങ്ങിയതൊരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ എടുത്തതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിന്നും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവരൊക്കെ കണ്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്, അവരൊക്കെ ചെയ്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ ഒരു പായിൽ കിടത്തി അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അയൽവക്കക്കാരും എല്ലാം പറയുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിൽ എപ്പോഴും ഞാനിത് ഓർക്കും. എന്നെ എത്രമാത്രം എൻ്റെ ദൈവം കരുതുന്നു. അതിനുശേഷം എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ എത്രയോ അപകടങ്ങൾ എനിക്കുണ്ടായി. അതിൽ നിന്നെല്ലാം എന്നെ അത്ഭുതകരമായിട്ട് ദൈവം എന്നെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എനിക്ക് ദൈവത്തോടൊരു കൂടുതൽ ഒരു അടുപ്പമുണ്ടായി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ അൾത്താര ബാലനായിരുന്നു. ചെറുപ്പത്തിലൊരു വൈദികനാകണമെന്നൊക്കെ വലിയ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വളർന്നു വന്നതിനനുസരിച്ച് എൻ്റെ ജീവിതം എതിലേക്കോ പോയി. പിന്നീട് കല്യാണം കഴിച്ചു. 2ാമത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതം ഒരു കുത്തഴിഞ്ഞ ജീവിതമാണല്ലോ. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഞാനിങ്ങനെ ജീവിച്ചാൽ പോരല്ലോ. അന്നത്തെ എൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇന്ന് വരെ എൻ്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ. മിക്കവാറും ഒരു TV പ്രോഗ്രാമിലൂടെ എൻ്റെ ഭാര്യ അറിയാൻ സാധ്യതയുള്ളൂ. ഒരു ദിവസം 3-4 സിനിമ കാണുമായിരുന്നു. മോർണിംഗ് ഷോ, മാറ്റിനി, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ. ഇത് ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. ഞാൻ രഹസ്യമായിട്ടൊക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നു. ഒരു 2ാമത്തെ കുട്ടി ഉണ്ടായി 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, അത് ശരിയല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പ്രതിജ്ഞ എടുത്ത് ഇനി മേലാൽ സിനിമ കാണില്ല, സീരിയൽ കാണില്ല. അന്ന് സീരിയലില്ല, സിനിമ കാണില്ല എന്ന് തീരുമാനമെടുത്തു. പക്ഷെ തീരുമാനമെടുത്തതോടുകൂടി സിനിമ കാണാനുള്ള ആഗ്രഹം എന്നിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഭാര്യയും മക്കളും വീട്ടിലില്ലായിരുന്നപ്പോൾ എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തിയില്ല. എന്നാൽ ഒരു സിനിമ കണ്ടിട്ട് അങ്ങ് നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പോയി. അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നപ്പോഴേ ഒരു പാവപ്പെട്ട ധർമ്മക്കാരൻ, കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയാവസ്ഥയിൽ, വളരെ അവശതയിൽ, ചീഞ്ഞളിഞ്ഞ ഒരു ശരീരവുമായിട്ട് വന്ന് ഭിക്ഷ യാചിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഞാൻ ആ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ മുഴുവനും ആ ധർമ്മക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ സിനിമാ ഭ്രാന്ത് നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം 35 വർഷം കഴിഞ്ഞു.
ഇന്ന് വരെ സിനിമാ സീരിയൽ ഇത് ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എപ്പോഴും എൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ, കരുതുന്നല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു ദാഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാനൊരു പുസ്തകം വായിച്ചു. മൂവാറ്റുപുഴയുള്ള അഗസ്റ്റിൻ പള്ളിക്കുന്നേലച്ഛൻ്റെ ഒരു പുസ്തകം. അച്ഛൻ മരിച്ചുപോയി. ആ അച്ഛൻ്റെ പുസ്തകത്തിലൊരു സംഭവം വിവരിച്ചിരിക്കുന്നത് തന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അച്ഛൻ ഇംഗ്ലണ്ടിൽ നിന്നും ഏതോ ഒരു സ്ഥലത്തേക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ തൊട്ടടുത്ത സീറ്റിൽ ഒരു യുവതി ഒരു കുഞ്ഞുമായിട്ടിരിക്കുന്നു. ആ കുഞ്ഞുറങ്ങുന്നു. ഈ യുവതി വളരെ താല്പര്യത്തോടെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛന് ചോദിക്കണമെന്നുണ്ട്, ഏത് സഭയിൽപ്പെട്ട ആളാണ്, എവിടുത്തുകാരത്തിയാണെന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഇവരുടെ ആ ബൈബിൾ വായനയുടെ ആ തീഷ്ണത കണ്ടിട്ട് അച്ഛൻ മിണ്ടാണ്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുണർന്നപ്പോൾ ബൈബിൾ മടക്കി വെച്ചു. ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അന്താളിക്കുക, ഏത് സഭയിൽപ്പെട്ട ആളാണെന്നോ, ഒരുപാട് സഭകളുണ്ടോ, കർത്താവിന് ഒത്തിരി സഭകളുണ്ടോ, അവർ തിരിച്ചു ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, സംഭവം ഞാൻ ചുരുക്കി വിവരിക്കാം. മദ്യപാനത്തിന് അടിമകളായ ഒരു അപ്പൻ്റെ അമ്മയുടെയും മകളായിട്ടാണ് ഈ മകൾ ജനിച്ചത്. വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലായിരുന്നു. അതൊരു ബ്രോക്കൺ ഫാമിലി ആയിരുന്നു. ഇവളൊരു യുവാവിനെ സ്നേഹിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ടായത് ഈ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ വീണ്ടും വലിയ നിരാശയിലും ദുഃഖത്തിലും ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെയോ പോകാനും വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ നിന്ന് സുവിശേഷം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി. മനുഷ്യന് സ്വൈര്യം തരികയല്ലോ, ഇങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷെ ബസ് വരാൻ താമസിച്ചത് കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വചനം ആ സ്ത്രീയുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. അവർക്കതൊരു വലിയ അനുഭവമായി. അവരുടെ ഭാരങ്ങളൊക്കെ വിട്ടുപോയൊരവസ്ഥ, അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബൈബിളിൽ എന്തോ കാര്യമുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ബൈബിൾ വാങ്ങി അന്നു മുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരൊരു സഭയിലും ചേർന്നിട്ടില്ല. അവർക്ക് ഒത്തിരി ദൈവാനുഭവങ്ങളുണ്ടായി. ഇതാണ് ആ പുസ്തകത്തിൽ അച്ഛൻ വിവരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാനും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മറ്റു സഭകളിൽപ്പെട്ട വിശ്വാസികൾ വഴിയേരികളിൽ നിന്ന് തിരുവചനം പ്രഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ തിരുവചനം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഇത് മാമോദീസ മുങ്ങി എല്ലാവരും ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണല്ലോ ഇത്. ഈ ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠിക്കുന്നതോറും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, കർത്താവ് താൻ ചെയ്യാൻ പറയുന്ന പ്രവൃത്തി ആരും ചെയ്യുന്നില്ല. ബൈബിളിൽ എവിടെയെങ്കിലും ഈശോ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈശോ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മളെപ്പോഴും ഈശോയെ ആരാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകും. വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ ദൈവവും കർത്താവുമായി അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവ്വവും സൃഷ്ടിച്ചു. അങ്ങനെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം നൽകുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. വീണ്ടും പറയുകയാണ് 12-ാമത്തെ തിരുവചനത്തിൽ, ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനാണ് യേശു. അതുകൊണ്ട് സ്വർഗവാസികൾ എല്ലാവരും യേശുവിനെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിലുള്ള നമ്മളും യേശുവിനെ ആരാധിക്കുന്നത്. എന്നാൽ യേശു ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. ഇടേണ്ട ഒരു വചനമായത്. ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് എല്ലാവരും ഈ വചനത്തിന് അടിവരയിടണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. പ്രിയപ്പെട്ടവരെ, ഈ അകത്തോലിക്ക സഭയിൽപ്പെട്ടവർ വചനം പറയുന്നത് കാണുമ്പോൾ എനിക്കും ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, ഇതുപോലെ പ്രസംഗിക്കണം. എങ്ങനെ പ്രസംഗിക്കും? ആരാ കൂടത്തിൽ വരിക? ഒരു മനുഷ്യനെ കൂട്ടിന് കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാൻ കോഴിക്കോട് ഒരു കടയിൽ ചെന്നപ്പോൾ, ഒരു വലിയൊരു കടയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഫോറിൻ മൈക്ക്, ഒരു ഹാൻഡ് മൈക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഞാൻ അതിൻ്റെ വില ചോദിച്ചു. അത് വാങ്ങി, അത് പൊതിഞ്ഞു കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ആരോടും പറയുന്നില്ല. എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ സമൂഹത്തിലുണ്ട്. അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ തിരക്കേടില്ല, എഴുന്നേറ്റ് നിന്നിട്ട് വേഗം ഇരുന്നോളുക. പോൾ പായിക്കാട്ടെന്ന് പറയും. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ.
കൂടത്തിൽ കൊണ്ടുപോകാൻ കൊണ്ടാവുന്ന ഒരാൾ. ഞാൻ വൺ ഡേ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൂടത്തിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പോളച്ചനെ വിളിച്ചു. നാളെ ഞാൻ സുവിശേഷം പറയാൻ പോകുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഏത് പള്ളിയിലാണ്? ഞാൻ പറഞ്ഞു പള്ളിയിലല്ല, അങ്ങാടിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഏത് നരകക്കുഴിയിലും വരാൻ തയ്യാറുള്ള ആളാണ്, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ നാളെ ഒരു 3 മണിക്ക് വരാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 മണി സമയമായി, പോളിനെ കാണുന്നില്ല. 3:30 പോളിനെ കാണുന്നില്ല. പുള്ളി മുങ്ങിയതായിരിക്കും എന്ന് വിചാരിച്ചത്, മുങ്ങിയതല്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി വീട്ടിൽ വന്നു. അപ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മൈക്കുമായിട്ട് നേരെ മാനഞ്ചിറയിൽ ചെന്നിറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുന്ന ഒരു ബസ് വന്നാൽ, ഒരു സിറ്റി ബസ് വന്നാൽ ആ ബസ്സിൽ ഞാൻ കയറും. അതെങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് ടിക്കറ്റ് എടുക്കും. പോകുന്ന വഴിക്ക് എവിടെയാണോ കൂടുതൽ ആളുള്ളത് അവിടെ ഞാൻ ഇറങ്ങും, അവിടെ ഞാൻ പ്രസംഗിക്കും. ഇങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബേപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു. ഞാൻ ആ ബസ്സിൽ കയറി ബേപ്പൂർക്ക് ടിക്കറ്റ് എടുത്തു. അരക്കിണറെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ നല്ല ജനം. ഞാൻ ഉടനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ബോധ്യമായത്. മാറാട് സംഭവം കഴിഞ്ഞിട്ട് അധികമായില്ല. 2003 നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. 13 കൊല്ലം മുമ്പ് മരുന്നിന് പോലും ഒരു ക്രിസ്ത്യാനിയെ കിട്ടാനില്ലാത്തൊരു സ്ഥലമാണ് അവിടെ. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞ് എൻ്റെ കാല് പറയ്ക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ പറഞ്ഞു, കർത്താവെ ചത്താലും വേണ്ടിയല്ല, ഞാൻ വചനം പറഞ്ഞേ പോകുള്ളൂ. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ലൂക്കാ 10:19 പറഞ്ഞ് പ്രാർത്ഥിച്ചു. പാമ്പുകളുടെയും തേളുകളുടെയും ദുഷ്ടൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഇത് അധികാരപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസമയം നടന്നപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എന്നെ അറിയുന്നവരാരുമില്ല, ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല, നിൻ്റെ മാലാഖമാരെ ഊരിപ്പിടിച്ച വാളുമായിട്ട് എനിക്ക് കാവലം നിർത്തണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ നോക്കി എവിടെയാണ് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് ഞാൻ നോക്കി. അപ്പോൾ അവിടെ ഉന്തുവണ്ടികൾ അടുപ്പിച്ചിട്ട് പഴം പച്ചക്കറികളൊക്കെ വിൽക്കുക. ഞാനൊരു ഉന്തുവണ്ടിക്കാരൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ചോദിച്ചു, എനിക്കിവിടെ നിൽക്കാനൊരു സ്ഥലം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ ബാഗ് തുറന്ന് കോളാമ്പി രൂപത്തിലുള്ള ആ മൈക്ക് അങ്ങ് എടുത്തു. ഞാൻ പറഞ്ഞു ഞാനിവിടെ ആളെ കൂട്ടി തരാമെന്ന് പറഞ്ഞു. അതാ എൻ്റെ വായിൽ നിന്ന് വന്നത്, ഞാനിവിടെ ആളെ കൂട്ടി തരാമെന്ന് പറഞ്ഞു. അയാൾ വിചാരിച്ചാണ് ഇവൻ വല്ല പാട്ടുകാരനോ വല്ല കഥാപ്രസംഗക്കാരനോ വല്ലതായിരിക്കും, ഇയാൾ ഇവിടെ ഈ അഭ്യാസം കളിക്കുമ്പോൾ ജനമെല്ലാം ഇങ്ങനെ വരും, അപ്പോൾ പെട്ടെന്ന് വിറ്റ് പോകുമെന്നൊക്കെ ഉള്ളൊരു ചിന്ത അയാൾക്ക് വന്ന് കാണണം. എന്തായാലും അദ്ദേഹം അടുത്ത് കച്ചവടം ചെയ്യുന്നവനോട് ഇച്ചിരി മാറ്റണമെന്ന് പറഞ്ഞു. അത് മാറ്റി, ഇയാൾ ലേശം മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മൈക്ക് വെക്കാൻ വേണ്ടി ഒരു തക്കാളിപ്പെട്ടി തരും, ഒഴിഞ്ഞ് തക്കാളിപ്പെട്ടി അവിടെ കിടപ്പുണ്ട്. അപ്പം ഒരെണ്ണം വെച്ചു, പൊക്കമില്ല, ഒരെണ്ണം കൂടെ വെച്ചു. അപ്പോൾ ആവശ്യത്തിന് അദ്ദേഹം തക്കാളിപ്പെട്ടിയൊക്കെ വെച്ച് തന്ന് എനിക്ക് സൗകര്യം ചെയ്തു തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ വചനം പറയാൻ പോവാ, ചത്തു വചനം പറയാൻ പോവാ. ഞാൻ ബാഗിനകത്തുനിന്ന് സമ്പൂർണ്ണ ബൈബിൾ അങ്ങ് എടുത്തിട്ട് പൊക്കി അങ്ങ് പിടിച്ചപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ ഭയമെല്ലാം പോയി. എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം കിട്ടി. എന്താ ഇവരോട് പറയുക, ഇവരോട് എന്താ പറയുക എന്നുള്ളത് ഒരു രൂപവുമില്ല. ഒന്നാമത് ഞാനൊരു വലിയൊരു പ്രാസംഗികനല്ല, എനിക്ക് ഈ പറയുന്ന വാചാലതയൊന്നുമില്ല, പദസമ്പത്തൊന്നുമില്ല, വലിയ പാണ്ഡിത്യമൊന്നുമില്ല. എന്താ ഇവരോട് പറയുക? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബൈബിളുമായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷേ നിങ്ങൾ എന്നെ അന്യനായിട്ട് കാണരുത്. കാരണം തോമാശ്ലീഹ വന്നതിന് ശേഷമേ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പൂർവികർ ഈ ഭാരതീയ പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്നവരാ. അതുകൊണ്ട് ഞാൻ ഏത് മതത്തിൽ ചേർന്നാലും ഏത് പാർട്ടിയിൽ ചേർന്നാലും നിങ്ങളെപ്പോലെ ഒരു ഭാരതീയനായിട്ട് നിങ്ങൾ എന്നെ കാണണം. കുറച്ച് മുസ്ലിം സഹോദരന്മാർ ഇതിപ്പുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾക്ക് എൻ്റെ അടുക്കിലേക്ക് വരാം, നിങ്ങൾ എന്നെ അന്യനായിട്ട് കാണരുത്. ഇബ്രാഹിം നബിക്ക് 2 മക്കളെ, ഇസ്മായിൽ, ഇസ്ഹാക്ക്. നിങ്ങൾ ഇസ്മായിലിൻ്റെ മക്കളാണ്, ഞാൻ ഇസ്ഹാക്കിൻ്റെ മകനാണ്, നമ്മളൊരു ബാപ്പാൻ്റെ മക്കളാണ്, നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം 7 പേരെ കൊന്നു, ഈ വർഷം 9 പേരെ കൊന്നു, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇതിനെന്താണ് പ്രതിവിധി? ഇവിടെ എല്ലാം പോലീസുകാരുണ്ട്, ഈ പോലീസുകാരെ പിൻവലിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിൽ കനൽ പോലെ കത്തുന്ന
ഈ വെറുപ്പിൽ നിന്ന്, ഈ വിദ്വേഷത്തിൽ നിന്ന്, ഈ പ്രതികാര ചിന്തയിൽ നിന്ന് ഈ പോലീസുകാർക്കോ ഈ പട്ടാളത്തിനോ കോടതിക്കോ സർക്കാരിനോ ഇതിൽ നിന്ന് മോചനം തരുവാൻ പറ്റുമോ? പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഇതിന് പരിഹാരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിക്കുന്നിൽ അവസാനത്തുള്ള രക്തം വരെ ചിന്തി മരിച്ചു. അന്നത്തെ യഹൂദ സമൂഹമാണ് യേശുവിനെ 3 നാളിൽ കുരിശിൽ തൂക്കിയത്. യേശു ആ കുരിശിൽ കിടന്നിട്ട് ചെയ്തത് എന്താണ്? തന്നെ കുരിശിലേറ്റിയവർക്ക് വേണ്ടി അവരെ നിരപരാധികളായി കണ്ടു പ്രാർത്ഥിക്കുകയായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്ത് സമാധാനം ഉണ്ടാകാനുള്ള ഏക മാർഗം ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ ചെയ്യുക, അവരോട് ക്ഷമിക്കുക. യേശു കാണിച്ചു തന്ന മാർഗം അതാണ് ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ മാർഗം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ഒരു 3/4 മണിക്കൂർ നിന്ന് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. കുറേ ആൾക്കാർ എൻ്റെ വട്ടം കൂടി നിന്നു. അവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു നിന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ മഷി ഇട്ട് നോക്കിയാൽ പോലും ഒരു ക്രിസ്ത്യാനിയെ കിട്ടാനില്ല. മറ്റ് ജാതിക്കാർ അവിടെ നിൽക്കുന്നത് കൂടി എൻ്റെ ചുറ്റും നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ പറയാ, ഇതുപോലത്തെ പ്രസംഗമാണ് ഇവിടെ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ പ്രസംഗിക്കുന്ന ആൾക്കാരാണ് വേണ്ടത്. ഇതിനപ്പുറത്ത് ഇതിലും ആളുള്ള ഒരു അങ്ങാടിയുണ്ട്, നിങ്ങൾ അവിടെയും പോയി പ്രസംഗിക്കണം. നിങ്ങൾ ഇനിയും ഇവിടെ വരണം. ആ കച്ചവടക്കാരൻ എന്നോട് പറയാ, നിങ്ങൾ ഇനിയും ഇവിടെ വരണം എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അവരോട് പ്രസംഗിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയത്തിൽ അത് സ്പർശിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നെ എൻ്റെ ജൈത്രയാത്ര അങ്ങ് തുടങ്ങുക. പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. ദൈവമേ, ആരെങ്കിലും എന്നെ തല്ലുവോ, ആരെങ്കിലും എന്നെ കല്ലെറിയോ? കാരണം ഒരാളെ കൂട്ടിന് ഈ പോളിനെ അല്ലാതെ വേറെ ആരെ ഇല്ല. അത് കോഴിക്കോട് വന്നാലല്ലേ പോളുള്ളൂ. കോഴിക്കോട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ ഉള്ളത്? ഞാൻ ഈ തുരുത്തിമറ്റത്തിലച്ഛൻ, കാളത്തിലച്ഛൻ, KC തോമസ് അച്ഛൻ, ഇങ്ങനെയുള്ള അച്ഛന്മാരുടെയൊക്കെ കൂട്ടത്തിൽ തെക്കൻ ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും കൂട്ടിന് ഒരാൾ വരാനില്ല. അപ്പോൾ അച്ഛന്മാരോട് ഞാൻ പറഞ്ഞ് അവരുടെ പ്രാർത്ഥന മേടിച്ച് ഞാൻ അങ്ങാടികളിൽ പോയി സുവിശേഷം പറയും. ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ സുവിശേഷം പറയും. അവിടെ മുഴുവൻ കുട്ടികളാണ്. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് ഉച്ചത്തിൽ ആമേൻ എന്നങ്ങ് പറഞ്ഞു. അവനെന്നെ കളിയാക്കി പറഞ്ഞതാണ് കേട്ടോ. ആ പിള്ളേരെല്ലാം കൂടെ കൂട്ടമായിട്ട് ആമേൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എൻ്റെ നേരെ നോക്കി ചിരിക്കുക. സത്യത്തിൽ ഞാൻ ചൂളിപ്പോയി. അതൊന്നും കാണിച്ചില്ല കേട്ടോ, അതൊന്നും കാണിച്ചില്ല. പക്ഷേ ഞാൻ സത്യത്തിൽ ചൂളിപ്പോയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ചൂളാതെ വചനം പറയാനുള്ള കൃപ തരണമേ എന്ന്. ഒരു ദിവസം ഞാൻ മാനഞ്ചിറയിൽ വചനം പറഞ്ഞിട്ട് ഞാൻ കാരപ്പുറമുള്ള എൻ്റെ വീട്ടിലേക്ക് പോരുക. മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ മിന്നൽ വന്നപ്പോൾ അവിടുത്തെ സ്കൂൾ വിട്ടിട്ട് ആ കുട്ടികളൊക്കെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. എനിക്കറിയാം ഈ പിള്ളേർ കൂവും, അതിനകത്ത് ഒരൊറ്റ ക്രിസ്ത്യാനി കാണത്തില്ല. അവർ കൂവെന്ന് എനിക്കറിയാം. കൂവെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇറങ്ങി മൈക്ക് ഓൺ ചെയ്തു. അപ്പോൾ പിള്ളേർ ചോദിക്കുന്നുണ്ട്, ഏട്ടാ എന്നാ പരിപാടി, ഇതെന്താ സാധനം, ഏട്ടൻ എവിടെ നിന്ന് വരുന്നു, ഇങ്ങനെയൊക്കെ പിള്ളേർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ പറയാം, മക്കൾ ശാന്തമായിട്ട് നിൽക്കുക, ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പിള്ളേരുടെ ഒച്ചപ്പാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വചനം പറയാൻ തുടങ്ങി. പിള്ളേർ വട്ടത്തിൽ നിന്ന് കുറുക്കന്മാർ കൂകുന്ന പോലെ വട്ടത്തിൽ നിന്ന് കൂവിച്ച് അങ്ങ് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു ടീച്ചർ അവിടെ വന്നു, ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചർ മൂക്കത്ത് വിരൽ വെച്ചിട്ട് എന്ന് വെച്ചു. ആ പിള്ളേരെല്ലാം നിശബ്ദരായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നെ ഒരു അരമണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ചു. ഒട്ടുമുക്കാലും പിള്ളേർ പോയി. ഒരു 10-12 പിള്ളേർ അവിടെ നിന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പിള്ളേർ വളരെ, ഈ 10-12 നിന്ന പിള്ളേർ സ്നേഹത്തോടെ എന്നോട് ചോദിക്കുക, ഏട്ടൻ എവിടെ നിന്നാണ് വരുന്നത്, ഏട്ടൻ്റെ വീട് എവിടെയാ, ഏട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുകൊണ്ടല്ലേ ഞങ്ങളിവിടെ നിന്നത്. ഞങ്ങൾക്ക് എത്ര ബസ് കടന്നുപോയി, ഞങ്ങൾ ആ ബസ്സിലൊന്നും കയറാതെ ഇവിടെ നിന്നത്. ഏട്ടൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. 1969-70 കാലഘട്ടങ്ങളിൽ പാലാ ബസ് സ്റ്റാൻഡിൽ, പാലാക്കാർക്കൊക്കെ അറിയാം, അവിടെ ബസ്സിൽ ആളെ വിളിച്ച് കയറ്റുന്നൊരു മത്തായി ചേട്ടനുണ്ടായിരുന്നു. ഈ മത്തായി ചേട്ടൻ്റെ ഞായറാഴ്ചത്തെ ജോലി എന്താണെന്നറിയാമോ? ഒരു ഹാൻഡ് ബൈക്ക് ഉപയോഗിച്ച് ആ പ്രദേശങ്ങളിലെല്ലാം പോയി സുവിശേഷം പറയുന്ന ഒരു പണിയായിരുന്നു ഈ മത്തായി ചേട്ടൻ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട, അതിനു മുമ്പ് 1950കളിൽ തെക്കൻ കേരളത്തിലും
തമിഴ്നാട്ടിലും ചുറ്റി നടന്നൊരു ഭിക്ഷുവിനെ പോലെ സുവിശേഷം പറഞ്ഞ് നടന്ന ഒരാളുണ്ട്. സാധാരണക്കാരനല്ല. പാളയംകോട്ട് പീറ്റർ റെഡ്ഡി അറിയാവുന്ന ഒരു അപ്പച്ചനോട് ഇരിപ്പുണ്ട്. പീറ്റർ റെഡ്ഡി പാളയംകോട്ട് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ആ ജോലി വലിച്ചെറിഞ്ഞിട്ട് ഒരു പിച്ചക്കാരനെ പോലെ നാട് നീള സുവിശേഷം പറഞ്ഞു തരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇഗ്നേഷ്യസ് ലോയോള ഫ്രാൻസിസ് സേവിയറെ കണ്ടപ്പോൾ ഒരു വചനമാ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം? അത് പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ടപ്പോൾ ഫ്രാൻസിസിന് മാറ്റമുണ്ടായി. ആ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ച് തൻ്റെ പാണ്ഡിത്യമൊക്കെ വലിച്ചെറിഞ്ഞ് ഗോവ കടപ്പുറത്തോടെ ഒരു മണിയും കിലുക്കി നടന്നു. അപ്പോൾ കുട്ടികൾ ഭ്രാന്തൻ എന്നും പറഞ്ഞുകൊണ്ട് വട്ടത്തിൽ ഓടിക്കൂടും. അവരോട് ഫ്രാൻസിസ് സേവിയർ പറയും, ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ പറഞ്ഞു നടന്ന് ആ ഗോവ പട്ടണത്തെ ഒരു മിനി വത്തിക്കാനാക്കി. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 21-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്ടിക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഒന്നാമത്തെ സെറ്റിൽപ്പെട്ടവരാരാന്നറിയാമോ? ഭീരുക്കള്. പ്രിയപ്പെട്ടവരെ, ചങ്കത്ത് കൈവച്ചെന്ന് ചോദിച്ചു നോക്കി, എത്ര ധ്യാനം കൂടി, എത്ര ഏകദിന പരിപാടിക്ക് വന്നു, എത്ര നൈറ്റ് വിജിലിന് വന്നു. നമ്മുടെ മുന്നിൽ വരുന്ന ക്രിസ്തുവിനെ അറിയാത്ത ഒരാളോട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കുറപ്പ് പ്രാപിച്ചോ? ഇതുവരെ പ്രാപിച്ചെടുത്തിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 12:8 ഒരു വചനമുണ്ട്, അതും അടിവരെ ഇട്ടോണം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഏറ്റുപറയാത്തവൻ ഏറ്റുപറയേല എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9:36 പറയുന്നു, എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പ്രതി മനുഷ്യപുത്രനും ലജ്ജിക്കുമെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ എത്ര പേര് സ്വർഗത്തിൽ പോകും? ലജ്ജ കൂടാതെ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവന് അവന് സ്വർഗം ഉറപ്പാണ്. അതിൻ്റെ തെളിവെന്താണുള്ളത്? ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. 72 പേരെ തിരഞ്ഞെടുത്ത് 2 പേരെ വീതം വിടുന്നുണ്ട്. അവര് തിരിച്ചു വന്നിട്ട് അവർ കർത്താവിനോട് പറയാണ്, തിരിച്ചു വന്നത് എങ്ങനെയാണ്? അതീവ സന്തോഷത്തോടെ തിരിച്ചു വന്നെന്ന് എഴുതിയിരിക്കുന്നു. പോയതുപോലെയല്ല, വചനം പറഞ്ഞിട്ട് തിരിച്ചു വരുന്നത് അതീവ സന്തോഷത്തോടെയാണ്. അപ്പോൾ വചനം പറയുന്നവന് കിട്ടുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്നറിയാമോ? അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ദൈവിക സമാധാനം, ആനന്ദം, സന്തോഷം എപ്പോഴും കളിയാടിക്കൊണ്ടിരിക്കും വചനം പറയുന്നവന്. പ്രിയപ്പെട്ടവരെ, അവർ തങ്ങൾ വചനം പറഞ്ഞെടുത്ത് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിശാചുകൾ പുറത്ത് പോയി, അലറി വിളിച്ചു പോയി, രോഗികൾ സൗഖ്യപ്പെട്ടു, ഉടന്തർ സൗഖ്യപ്പെട്ടു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞെന്താ? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതിൽ സന്തോഷിക്കുവിൻ. വചനം പറയുന്നവൻ്റെ പേര് അപ്പോൾ തന്നെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, നാം തെരുവിലേക്ക് ഇറങ്ങിയാൽ അപകടങ്ങൾ സംഭവിക്കുമെന്നത് സത്യമാണ്. എന്നാൽ സഭ സ്വയം അടച്ചുപൂട്ടിയിരുന്നാൽ അത് വേഗം വാർദ്ധക്യത്തിലെത്തും. തെരുവിലേക്ക് ഇറങ്ങി ഒരപകടത്തെ അഭിമുഖീകരിക്കുന്ന സഭയാണോ സ്വയം ആശ്വാസം കണ്ടെത്തി അടങ്ങി ഒതുങ്ങിയിരുന്ന് രോഗാതുരമാകുന്ന സഭയാണോ? ഏതാണ് അഭികാമ്യം എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തേതിനെയാണ് പിന്താങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ വചനം കേൾക്കുന്നു, പോയി കിടന്നുറങ്ങുന്നു, ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു, വീണ്ടും വചനം കേൾക്കുന്നു, വീണ്ടും ഭക്ഷണം കഴിച്ചു, വീണ്ടും പോയി കിടക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും? എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും? തിന്നുന്നു ഉറങ്ങുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ എന്ന് കൊടുക്കാൻ തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ ആ അഭിഷേകം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാമത്തെ തിരുവചനം,
എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ഹല്ലേലൂയ. ഈ വചനം സജീവമാകണമെങ്കിൽ വചനം പ്രഘോഷിക്കണം. ഇവിടെ ഒരു ബൈബിൾ ഇരുന്നത് കൊണ്ട് ഒരു മാറ്റവും ഒരു ചലനവും നമ്മളിലോ ഈ സമൂഹത്തിലോ ഉണ്ടാകത്തില്ല. എന്നാൽ വചനം പ്രഘോഷിക്കുന്നിടത്ത് അവിടെ ചലനങ്ങളുണ്ടാവും, അവിടെ മാനസാന്തരങ്ങളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഞാൻ മാനഞ്ചരതെന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു ബൈബിളും കൊന്തയൊക്കെ പിടിച്ച് നിന്ന് സുവിശേഷം പറയുക. അപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേരും വിളിച്ചിട്ട് ആരാണ്ടോടെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതാ. ഔസേപ്പച്ച എന്നോട് വിശേഷം ചോദിച്ചു. ഞാൻ ചോദിച്ചു, സാറെന്നെ അറിയോ? ഞങ്ങൾ ഒരിക്കലും മുഖത്തോട് മുഖം നോക്കിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു ദിവസം ഓഫീസിലേക്ക് പോവുക, എനിക്കന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടുംബത്ത് പ്രശ്നമുണ്ടായിരുന്നു, ഓഫീസിൽ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ മനസ്സ് കലങ്ങി അങ്ങനെ പോകുമ്പോഴാണ് ഔസേപ്പച്ചൻ ഇങ്ങനെ ഒരു കൊന്തയും ബൈബിളുമായിട്ട് നിൽക്കുന്നത് കണ്ടത്. അത് കണ്ടത് എൻ്റെ ആ ചിന്തകളൊക്കെ ഇപ്പം അങ്ങ് പോയി. എനിക്ക് പ്രാർത്ഥിക്കണം തോന്നി. എനിക്ക് പിന്നെ ഒത്തിരി ആശ്വാസം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഞാൻ എന്താ പ്രസംഗിച്ചതെന്ന് കേട്ടില്ല. എന്താ പ്രസംഗിച്ചത്? ഒരു കാറിലെ പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. ഞാൻ ഒരു കൊന്തയും ബൈബിളുമായിട്ട് നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടതേ ഉള്ളൂ. എന്താ പ്രസംഗിക്കുന്നതെന്ന് അദ്ദേഹം കേട്ടില്ല. പക്ഷേ ആ കാഴ്ച അദ്ദേഹത്തിന് അനുഭവമുണ്ടായെങ്കിൽ ഒരു വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മനുഷ്യ ഹൃദയങ്ങളിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ ഈ വചനത്തെ പൂട്ടിവെക്കുന്ന നമ്മളെ ദൈവം ശിക്ഷിക്കാതിരിക്കുമോ? നമ്മളെ ദൈവം ശിക്ഷിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, തെരുവിലേക്ക് ഇറങ്ങി സുവിശേഷം പറയാന്ന് പറഞ്ഞാൽ ഇത് കല്ലേറിൻ്റെ സുവിശേഷമാണ്. പക്ഷേ ഇത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കയ്യടിയുടെ സുവിശേഷമാകും. ഇവിടെ കല്ലേറിൻ്റെ സുവിശേഷമാണെങ്കിൽ അത് സ്വർഗത്തിൽ ചെയ്യുമ്പോൾ കയ്യടിയുടെ സുവിശേഷമാകും. ഒരിക്കലും ഫാദർ മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ ക്ലാസ് എടുത്തപ്പോൾ പറയുകയാണ്, അച്ഛൻ കോട്ടയം പരിത്രാണ ഭവൻ ധ്യാന സെൻറ്ററിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോൾ കോട്ടയത്ത് ഒരു സർവ്വമത സമ്മേളനം നടത്തി. അപ്പോൾ അച്ഛൻ അവിടെയുള്ള പ്രേക്ഷിതരെയൊക്കെ കൂട്ടി അത് കേൾക്കാൻ വേണ്ടി പോയി. ഏറ്റവും പുറകിൽ പോയിരുന്നു. അപ്പോൾ ഓരോ മതക്കാരും അവരുടെ മതങ്ങളുടെ ശ്രേഷ്ഠതയെപ്പറ്റി ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ക്രിസ്തു മതത്തെപ്പറ്റി പ്രസംഗിക്കാൻ കയറി നിന്നവനെ ക്രിസ്തു മതത്തെക്കുറിച്ച് അയാളൊന്നും പറഞ്ഞില്ല. അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പടപ്പത്തല്ലി അങ്ങ് പോയി. അവസാനം പ്രസംഗിച്ചതൊരു മുസ്ലിമാണ്. അദ്ദേഹം വളരെ ശക്തിയോടുകൂടി ജീവനോടുകൂടി അദ്ദേഹം പ്രസംഗിച്ചു. ആ സമൂഹത്തെ മുഴുവൻ ഇളക്കത്തക്ക വിധത്തിൽ. അതിനുശേഷം സംഘാടകർ പറഞ്ഞു, കേൾവിക്കാരിൽ ആർക്കെങ്കിലും 2-3 പേർക്ക് വന്ന് അല്പസമയം സംസാരിക്കാൻ തോന്നി. അച്ഛൻ ഉടനെ സ്റ്റേജിൽ കയറി അച്ഛന് മൈക്ക് കൊടുത്തു. അച്ഛൻ 2-3 വാചകങ്ങൾ കൊണ്ട് അതങ്ങ് സ്ഥാപിച്ചു. അപ്പോഴേക്കും അച്ഛൻ്റെ കൂടത്തിൽ വന്നവർ അവിടെ ഇരുന്ന് കൈയടിച്ചു. അപ്പോൾ അവിടെ കൈയടിക്കാൻ പാടില്ല, ഒച്ചയുണ്ടാക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. സംഘാടകർ സ്റ്റേജിൽ കയറി അച്ഛൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു മേടിച്ച് അച്ഛനെ അപമാനിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അച്ഛൻ താവളത്തൊരു ധ്യാനത്തിന് പോയി. അച്ഛനെ കൗൺസിലിംഗ് നടത്തിയ ഒരു സിസ്റ്റർ കണ്ണടച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഒരു സ്റ്റേജിൽ നിന്നും അച്ഛനെ അപമാനിച്ച് മൈക്ക് പിടിച്ചു മേടിച്ച് ഇറക്കി വിട്ട ഒരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചു. ഉണ്ടായെന്ന് പറഞ്ഞു. അതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷ പ്രസംഗം. ഹല്ലേലൂയ. സ്നേഹമുള്ളിടത്ത് ത്യാഗമുണ്ട്, ത്യാഗമുള്ളിടത്ത് സഹനമുണ്ട്, സഹനമുള്ളിടത്ത് മരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ദനം സഹിച്ച്, അപമാനം സഹിച്ച്, പീഡനം സഹിച്ച് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിന് വിലയുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ വചനം പറയാൻ വേണ്ടി പോയി. ഈ രണ്ട് പേര് ഓരോ പ്രദേശത്തേക്ക് പോവുക. ഞാനും നടവയലിലുള്ള ഒരു ജോർജ് ചേട്ടനും കൂടി, 80 വയസ്സുള്ള ജോർജ് ചേട്ടൻ, 80 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഞാനും അദ്ദേഹം കൂടി ഇങ്ങനെ ഒരു വഴിക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ അവിടെയൊക്കെ വചനോത്സവം കൊടുത്തു, ശാലോമിൻ്റെ മാസികകളൊക്കെ കൊടുത്തു, ജീവജാല പോലെയുള്ള മാസികകളൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാനൊരു അരികിൽ നിന്ന് പ്രസംഗിക്കുക. അദ്ദേഹം വീണ്ടും മാസികകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴുള്ള ഇതാ വലിയൊരു സംഘം വരുന്നു. അവർ വന്ന് എന്നെ വളഞ്ഞു. ഇത് കണ്ടു ജോർജ് ചേട്ടൻ ഓടി വന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇവിടെ മതം മാറ്റമൊന്നും പറ്റത്തില്ല, നിങ്ങൾ വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. എന്തായാലും അവർ അങ്ങനെ ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു പേടിയില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഒരു 2 തല്ല് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരവരൊന്നും ഞങ്ങളെ ഒന്നും ചെയ്തില്ല. മൈക്കൊക്കെ അവരെടുത്ത് തന്നെ എടുത്ത് മൈക്കിനകത്ത് വെച്ച് പൂട്ടി എൻ്റെ തോളത്ത് വെച്ച് തന്നു. ഞങ്ങളതുകൊണ്ട് ഞാൻ പോരുകയും ചെയ്തു.
ഈ സംഭവം എൻ്റെ ഒരു കൂട്ടുകാരൻ പാലക്കാടുള്ള റെനി അച്ഛനെ വിളിച്ചു പറഞ്ഞു. റെനി പുലികാലായ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ ഉടനെ എന്നെ വിളിച്ചു. സപ്പച്ച അവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് കേട്ടല്ലോ. ആ സംഭവം ഉണ്ടായി. അവർ വല്ലതും ചെയ്തോ? അവർ അച്ഛൻ ഒന്നും ചെയ്തില്ല. ഔസപ്പച്ചന് പേടി തോന്നി. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. കഷ്ടം, ഒരു രക്തസാക്ഷിയെ സഭയ്ക്ക് നഷ്ടപ്പെട്ടു. സുവിശേഷം പറയാൻ പോകുന്നവൻ തിരിച്ചു വരാൻ പാടില്ല. അവൻ രക്തസാക്ഷിയായിട്ട് മരിക്കണം, എങ്കിലേ സഭ വളരുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ തിരുവചനം പറയുകയാണ്, അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു കുളക്കാട് മത്തൻചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അനിക്കാമ്പോലിക്കാരനാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ തെരുവിൽ വചനം പറയാനായിട്ട് വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയും, ഇത് നമുക്ക് പറ്റുന്ന പണിയാണ്, അത് ബന്ധുക്കോസുകാർക്ക് ചെയ്യുന്ന പണിയാണ്, നമ്മൾ അങ്ങനെ അന്തസ്സില്ലാത്ത പണിയൊന്നും നമ്മൾ ചെയ്യരുത്. മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എല്ലാത്തിനും ഉണ്ടല്ലോ വചനം. മത്തൻചേട്ടൻ എന്ത് ചെയ്താലും ഈ ശുശ്രൂഷ അംഗീകരിക്കുകയില്ല, ഈ ശുശ്രൂഷയിലേക്ക് വരികയില്ല. ഒരു ദിവസം ഞങ്ങൾ ബിഷപ്സ് ഹൗസിലെ പ്രാർത്ഥന കഴിഞ്ഞ് ആ ചുങ്കൻ ജംഗ്ഷനിലേക്ക് നടന്നു വരിക. അപ്പോൾ എൻ്റെ കയ്യിൽ മൈക്കുണ്ട്. ഞാൻ പറഞ്ഞു, മത്തൻചേട്ടാ ഈ ചുങ്കത്ത് നമുക്ക് ഇച്ചിരി വചനം പറയാം. ഇവിടെ ആളുള്ളൂ ഔസേപ്പച്ച. ഞാൻ പറഞ്ഞു, ഫ്രാൻസിസ് ACC ആളില്ലാഞ്ഞിട്ട് മത്സ്യങ്ങളോടും പക്ഷികളോടും പോയാലേ പ്രസംഗിച്ചേ. നമുക്ക് എന്തായാലും ഈ കടകളിലൊക്കെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ ഇതിലെ ബസ്സുകളൊക്കെ പോകുന്നില്ലേ, അവർ ഒരു വാക്കെങ്കിലും യേശു എന്നൊരു വാക്ക് കേൾക്കുകയല്ലേ. പിന്നെ മത്തൻചേട്ടനൊന്നും മിണ്ടിയില്ല. ഞാൻ മൈക്ക് ഓൺ ചെയ്തു. മൈക്ക് ഓൺ ചെയ്തിട്ട് ഞാൻ മത്തൻചേട്ടനോട് പറഞ്ഞു, മത്തൻചേട്ടൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മത്തൻചേട്ടൻ വചനം പറയണ്ട, മത്തൻചേട്ടൻ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മത്തൻചേട്ടൻ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ? കൊയിലാണ്ടിയിൽ നിന്ന് ഒരു ബസ് വന്നിട്ട് ആ 4 കൂടിയ ജംഗ്ഷനിൽ വന്നിട്ട് അതങ്ങ് ഓഫായി. പിന്നെ അത് സ്റ്റാർട്ടാകുന്നില്ല. അത് മുന്നോട്ടും പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. വയനാട്ടിൽ നിന്ന് വന്ന ബസ്സുകളും വയനാട്ടിലേക്ക് പോകുന്ന ബസ്സുകളും കോടഞ്ചേരിയിൽ നിന്ന് വന്നിരുന്നതും കൊയിലാണ്ടിയിൽ നിന്ന് വരുന്നതുമായിട്ട് അവിടെ ഒരു കൺവെൻഷൻ്റെ ആള്, ഈ ബസ്സുകളെല്ലാം കൂടി ബസ്സിനകത്തൊക്കെ നിറച്ചാളാ, എല്ലാ ബസ്സിലും നിറച്ചാളാ. ഒരു കൺവെൻഷൻ്റെ ആളിനെ അവിടെ കിട്ടി. മത്തൻചേട്ടൻ വചനമെന്ന് പറയാൻ തുടങ്ങി. പിന്നെ നിർത്തുന്നുണ്ടോ മത്തൻചേട്ടൻ? അത് കഴിഞ്ഞപ്പോൾ മത്തൻചേട്ടൻ എന്നോട് പറയാ, ഔസേപ്പച്ചാ ഇത് കർത്താവ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബസ്സിനെ ഇവിടെ ഓഫാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെരുവിൽ വചനം പറയുന്നിടത്ത് ആളില്ല എന്ന് പറഞ്ഞിടത്ത് എൻ്റെ കന്നി പ്രസംഗത്തിൽ ചുരുങ്ങിയൊരു 1000-ഓളം ആൾക്കാരെങ്കിലും കർത്താവ് കൊണ്ടുവന്ന് തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ ഞാനൊരു പ്രായം ചെന്ന ആൻ്റണി ചേട്ടനുമായിട്ട് വചനം പറയുക. അദ്ദേഹം വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നന്നായിട്ട് സാരിയൊക്കെ ചുറ്റി ഒരു തടിച്ച് സ്ത്രീ വന്നിട്ട്, എടാ ആൻ്റണി, നിന്നെ എനിക്കറിയാവടാ, നിന്നെ ഞാൻ പ്രസംഗിപ്പിക്കുകയല്ലടാ, നീ പ്രസംഗിക്കണ്ട എന്നും പറഞ്ഞിട്ട് ബഹളം അങ്ങ് തുടങ്ങി. മെഡിക്കൽ കോളേജിൻ്റെ മുൻവശമല്ലേ, ജനം അങ്ങോട്ട് 4 വശത്തും കൊണ്ടങ്ങ് പൊതിയാൻ തുടങ്ങി. ഞാൻ വട്ടം നോക്കി, ദൈവമേ ആരെങ്കിലും അറിയുന്നവരുണ്ടോ? നോക്കുമ്പോൾ ഉണ്ട്, അന്ന് ദേവലി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു വയലച്ചൻ. അവിടെ ഒന്ന് ബസ്സിൽ ഇറങ്ങിയിട്ട് ഈ ആൾ കൂടുന്ന് കണ്ടിട്ട് ഇങ്ങനെ നോക്കുക. ഞാൻ ഉടനെ തിരിഞ്ഞു നിന്നു, എൻ്റെ കർത്താവേ എങ്ങനെയും ഒന്ന് രക്ഷിച്ചാൽ മതി, വചനവും പറയണ്ട, ഒന്നും വേണ്ട, എങ്ങനെയും രക്ഷിച്ചാൽ മതി, ഇങ്ങനെ പ്രാർത്ഥനയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പറയുകയാണേ, നിനക്ക് മുഖ്യമന്ത്രി കസേരയിലിരിക്കാനുള്ള യോഗ്യതയുണ്ടോടാ? ഏതോ ഒരു ഇടതുപക്ഷക്കാരൻ്റെ ഭാര്യ വട്ടളകി റോട്ടിൽ ഇറങ്ങിയതാ. അന്ന് AK ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി. AK ആൻ്റണീനെയാണ് ചീത്ത പറഞ്ഞത്. ഞാൻ വിചാരിച്ചു സുവിശേഷം പറയുന്ന ആൻ്റണി ചേട്ടനെയാണെന്ന്. എന്തായാലും ആ വട്ടുപിടിച്ച സ്ത്രീ ഞങ്ങൾക്ക് വലിയൊരു സമൂഹത്തെ അവിടെ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവ് വചനം പറയുന്നിടത്തൊക്കെ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന അനുഭവമുണ്ട്. ഒരു ദിവസം ഞങ്ങൾ വചനം പറഞ്ഞ് പോരാൻ നേരത്തെ ഉച്ച സമയമാണ്. ഒരു ഹോട്ടലുകാരൻ വിളിച്ച് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അക്രൈസ്തവ യുവതി, അവർ തളർവാദമായിട്ട് കിടക്കുക, നിങ്ങൾ പോയി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവരുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ പോയി. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോന്നു. പ്രിയപ്പെട്ടവരെ, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത, ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ വചനം കേട്ടല്ലോ. അവർ വളരെ നാൾ അവിടെ താമസിച്ച കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞങ്ങൾ പൊൻകുന്നത്തുനിന്ന് ആലപ്പുഴയ്ക്ക് ഇങ്ങനെ വചനം പറഞ്ഞു പോകുന്ന വഴിക്കാണ്ട് വഴിയിൽ ഒരാൾ നിന്ന് സുവിശേഷം പറയുന്നു. അപ്പോൾ ഞങ്ങളൊരു കാറിനാണ് പോകുന്നത്. കാർ നിർത്തി. ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ അയാളുടെ അടുത്ത് പോയിരുന്നു. അയാൾ നല്ല സുന്ദരമായിട്ട് വചനം പറയുന്നുണ്ട്, വളരെ ഹൃദ്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അടുത്തൊന്നും ആരുമില്ല.
അയാൾ വചനം പറഞ്ഞു കഴിഞ്ഞ് അയാളെയും കൂട്ടി ഞങ്ങളൊരു ഹോട്ടലിൽ കാപ്പി കുടിക്കാൻ കയറി. അപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് ചായ മാത്രം മതി, വചനം പറയുന്ന ദിവസം ഞാൻ ഉപവാസമാണ്, ഞാനൊന്നും കഴിക്കുകയില്ല, ഞാൻ എത്ര നാളായി തുടങ്ങിയിട്ട് 25 കൊല്ലമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് മാറി നിന്നായിരുന്നെങ്കിൽ കുറേയും കൂടി ആൾക്കാർ കേൾക്കുമായിരുന്നല്ലോ, കുറേയും കൂടെ ആൾക്കാർ കേൾക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാനിവിടെ നിന്ന് പറയുന്നത് വചനമാണെന്ന് കാണുന്നവർക്കൊക്കെ അറിയാം, ഈ ബൈബിളും പഠിച്ച് നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് നിസ്സാര കാര്യമല്ല, ഇത് ജീവൻ്റെ പ്രശ്നമാണ്, ഇതൊരു മനുഷ്യൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്. ആവശ്യമുള്ളവൻ ഒന്ന് കേട്ടോളുക, മാനസാന്തരപ്പെട്ടുകൊള്ളുക, സ്വർഗത്തിൽ പൊക്കുകൊള്ളുക. എന്നോട് വചനം പറയാനേ പറഞ്ഞിട്ടുള്ളൂ, മാനസാന്തരപ്പെടുത്തുന്ന പണി എനിക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വെറുതെ ഞാൻ ബൈബിൾ ഒന്ന് എടുത്ത് മറിച്ചപ്പോൾ കൃത്യമായിട്ട് കർത്താവ് വചനം എന്നെ കാണിച്ചു. നിയമാവർത്തനം 32:47. എന്തെന്നാൽ നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ഹല്ലേലൂയ. ഇത് അടിവരയിടേണ്ട ഒരു വചനമാണ്. നിയമാവർത്തനം 32:47. എന്തെന്നാൽ നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കാറുണ്ട്, ഇത്രയും നാൾ സുവിശേഷം പറഞ്ഞിട്ട് എന്താ നേടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നേട്ടങ്ങൾ പലതും ഉണ്ട്, അതൊന്നും വിവരിക്കുന്നില്ല. എനിക്കുണ്ടായ നേട്ടം ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു പേടിത്തൊണ്ടനായിരുന്നു. ആ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പോലും സംസാരിക്കാൻ കെൽപ്പില്ലാത്ത ഒരാളായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്ക് മൈക്ക് കിട്ടിയാൽ മൈക്കില്ലാതെ ഞാൻ പ്രസംഗിക്കും. ഞാൻ ഒരിക്കൽ എറണാകുളത്തിന് പോകുമ്പോൾ ഞാൻ തൃശ്ശൂർ ഇറങ്ങി, അവിടെ ബസ് സ്റ്റാൻഡിൽ വചനം പറയാൻ വേണ്ടി. അന്നേരം തന്നെ എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി. ഞാൻ മൈക്കില്ലാതെ അവിടെ ഒന്ന് പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയുണ്ടായിരുന്നു മക്കളെ പരീക്ഷ? ചില കുട്ടികൾ സത്യം പറയും, പോക്ക് കേസാ, ജയിക്കുകയല്ല. ചിലർ ഉള്ളത് തർപ്പിച്ച് പറയും. ചില പിള്ളേർ പറയും ജയിക്കും. ചിലർ പറയും ഞാൻ ജയിക്കുമെന്ന് മാത്രമല്ല, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടും. അങ്ങനെ പറയുന്നവനത് കിട്ടിയിരിക്കും, കാരണം അവൻ ശരിക്കും അധ്വാനിച്ചു, അവൻ പഠിച്ചു, ഓരോ ക്വസ്റ്റിനും എത്ര മാർക്കുള്ളതെന്നത് അവനറിയാം. അപ്പോൾ അവൻ ഏതിനൊക്കെയാണ് ശരിയായിട്ടുള്ള ആൻസർ ചെയ്തെന്ന് അവനറിയാം. അതൊക്കെ കണക്ക് കൂട്ടിയപ്പോൾ അവനറിയാം, ഞാൻ ഡിസ്റ്റിങ്ഷൻ ഉള്ളതിന് ഞാൻ ഉത്തരവെഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചില കുട്ടികളെ പറയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തി 4:7 പറയുന്നുണ്ട്, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ നല്ല പോര് പൊരുതു, ഞാൻ നല്ല യുദ്ധം ചെയ്തു, എനിക്കായിട്ട് നീതിയുടെ കിരീടം അവിടെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നു മരിച്ചാൽ നിന്റെ നിത്യതയുടെ ഈ ഉറപ്പ് കിട്ടിയവരാരാവുള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാൻ അഹങ്കരിച്ച് പറയല്ല, എനിക്കറിയാം ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് നിത്യനരകത്തിൽ പോവുകയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ പ്രാപിച്ചെടുത്തിട്ടുണ്ട്. കാരണം എന്നെ കർത്താവ് നിരന്തരം വഴി നടത്തുന്ന അനുഭവം എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പലവിധ പ്രശ്നങ്ങളുണ്ട്, പലവിധ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ ഇതൊന്നും എന്നെ കീഴ്പ്പെടുത്തുന്നില്ല, എന്നെ അടിപ്പെടുത്തുന്നില്ല. ആരെനിക്കെതിരായാലും, ആരെന്നെ നിന്ദിച്ചാലും, ആരെന്നെ മാറ്റി നിർത്തിയാലും, പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചൂളാറില്ലെന്ന്. എനിക്ക് അവിടെ ഒന്നും ഇന്ന് ചൂളേണ്ട കാര്യം വരുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ധൈര്യമുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ അടുത്ത നാളിൽ നടന്നൊരു സംഭവം പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ കുടുംബസമേതം, അദ്ദേഹം ബാംഗ്ലൂർ 3-4 കൊല്ലം ജോലി ചെയ്തയാളാണ്. ബാംഗ്ലൂർ റൂട്ടൊക്കെ നന്നായിട്ട് അറിയാവുന്നയാളാണ്. അദ്ദേഹം കുടുംബസമേതം ന്യൂസിലൻഡിന് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ വണ്ടിക്ക് ഞാനാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെയുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ലവ്ലി ആൻറ്റി ഇവിടെ ഇരിപ്പുണ്ട്. എവിടെയാണ് ഇരിക്കുന്നത്? ഇതാ ഇരിപ്പുണ്ട്, ലവ്ലി ആൻറ്റി ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, പോയ വഴിക്ക് ഇതാ ലവ്ലി ആൻറ്റി ഇവിടെ ഇരിക്കുന്നു, ദൃക്സാക്ഷി ഇവിടെ ഇരിക്കുന്നു. നന്നായിട്ട് റോഡ് അറിയാവുന്നവർ, പല പ്രാവശ്യം പോയിട്ടുള്ളവർ, ഈ ബാംഗ്ലൂർ 3-4 കൊല്ലം ജോലി ചെയ്തവർ, പോയ വഴിക്ക് പലയിടത്തും വണ്ടി നിർത്തി കടക്കാരോട് ശരിക്കും വഴി ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് 3 അങ്ങോട്ട് പോയപ്പോൾ വഴി തെറ്റി. തലേ ദിവസം പ്രിയപ്പെട്ടവരെ 3 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയെന്ന് ഓർക്കണം. അങ്ങനെ മതിയായ ഉറക്കമില്ലാതെ ഞാൻ വണ്ടി ഓടിക്കുന്നത്. രാത്രി 10:30-ക്കാണ് ഞങ്ങൾ ബാംഗ്ലൂർ ചെല്ലുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൽ ഞങ്ങൾ ചെന്നത്. പ്രിയപ്പെട്ടവരെ, 10:30 കഴിഞ്ഞു. 10:30-ക്ക് അവിടെ ചെന്നു, കുളിച്ചു, ഭക്ഷണം കഴിച്ച് കിടന്നപ്പോൾ ഏതാണ്ട് 12 മണി കഴിഞ്ഞു.
എപ്പോഴെഴുന്നേറ്റെന്നറിയാമോ? 2:30-ക്ക് എഴുന്നേറ്റു. കാരണം രാവിലെ 7-നാണ് ഫ്ലൈറ്റ്. ബാംഗ്ലൂരിൽ നിന്ന് 50 കിലോമീറ്ററും കൂടി പോകണം. തലേ ദിവസം ഉറങ്ങിയില്ല, പിറ്റേ ദിവസം ഉറങ്ങിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരെ പ്ലെയിൻ കയറ്റി വിട്ടിട്ട് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ ആരാ ഉള്ളത്? ഈ ലവ്ലിയാൻ്റിയേ ഉള്ളൂ. ലവ്ലിയാൻ്റിക്ക് എന്തറിയാം? ഉറങ്ങാനറിയാം. ഞാൻ തെരുതര തട്ടി വിളിക്കും, ലവ്ലിയാൻ്റി സ്തുതിക്ക്, ലവ്ലിയാൻ്റി പ്രാർത്ഥിക്ക്. അപ്പോൾ ലവ്ലിയാൻ്റി യേശു 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 എന്ന് പറഞ്ഞ് ഇച്ചിരി ഒച്ച ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ തലയും കുമ്പിട്ട് ഇങ്ങനെ കിടക്കുക. പിന്നെ ഇത് തന്നെ കോഴിക്കോട് വരെ ഇതായിരുന്നു പരിപാടി. അപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യണം, എതിരെ വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കണം, ലവ്ലിയാൻ്റിയെ വിളിച്ചെഴുന്നേൽപ്പിക്കണം, ലവ്ലിയാൻ്റിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഇങ്ങനെ എനിക്ക് ഒരുപാട് ഡ്യൂട്ടികളായിരുന്നു പ്രിയപ്പെട്ടവരെ. ഇങ്ങോട്ട് വന്നപ്പോൾ നടന്ന അത്ഭുതം എന്താണെന്നറിയാമോ? ഓരോ ജംഗ്ഷനിലും വരുമ്പോൾ എൻ്റെ ഉള്ളിലൊരു തോന്നലാ, ആ വഴിയല്ല ഈ വഴിയാണ് പോകണ്ടേ. വണ്ടി സ്ലോ ആക്കിയിട്ട് വഴിയെ പോകുന്നവരോട് അങ്ങോട്ടുള്ള നഞ്ചങ്കോടിനുള്ള റോഡ് ഏതാ, അല്ലെ ബത്തേരിക്കുള്ള റോഡ് ഏതാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് തന്നെ അവർ പറയാ, ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങോട്ട് പോയപ്പോൾ റോഡ് ശരിക്കറിയാവുന്നവരെ കൂട്ടി പോയിട്ട് 3 റോഡ് തെറ്റി ഇങ്ങോട്ട് പോന്നപ്പോൾ ഈ റോഡിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ, അങ്ങോട്ട് ഇതിനു മുമ്പ് വണ്ടി ഓടിച്ചു പോയിട്ടില്ല, ഞാൻ യാത്ര ചെയ്തിരിക്കുന്നത് രാത്രിയിൽ ബസ്സിനാണ് പോയിരിക്കും, റോഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, 2 ദിവസത്തെ ഉറക്കക്കുറവുണ്ട്. എന്നിട്ട് എൻ്റെ ദൈവം എനിക്കൊരു അപകടം വരുത്തിയില്ല, ഒരു വഴി തെറ്റിച്ചില്ല. ഈ ഭൂമിയിൽ എൻ്റെ ഈ ദൈവം ഇങ്ങനെ ചെയ്തെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുമോ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന പാപിയായ എന്നെ ദൈവം ഇതുപോലെ വഴി നടത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിനെ ദൈവം കൊണ്ടുപോകും. എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉറപ്പ് നമ്മൾ പ്രാപിച്ചെടുക്കണം. അത് ദൈവ ശുശ്രൂഷയിലൂടെ മാത്രമേ ഈ ഉറപ്പ് നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഫാദർ P.O. മസ്കർനാസ് എസ്റ്റേയുടെ ഒരു പുസ്തകം. ഞാൻ ക്രൈസ്തവനോ എന്നാണ് പുസ്തകത്തിൻ്റെ ഹെഡിങ്. ആ പുസ്തകത്തിൽ അതിൻ്റെ 99-ാമത്തെ പേജിൽ അച്ഛൻ പറയുകയാണ്, നാം കൗദാശവൽക്കരിക്കപ്പെട്ടിരിക്കാം, പക്ഷേ ഇനിയും സുവിശേഷവൽക്കരിക്കപ്പെട്ടിട്ടില്ല. നാം കൗദാശവൽക്കരിക്കപ്പെട്ടിരിക്കാം, എന്നാൽ നാം സുവിശേഷവൽക്കരിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൽ എത്ര ധ്യാന സെൻ്ററുണ്ട്? 100-ലധികം ധ്യാന സെൻ്ററുണ്ട്. കേരളത്തിൽ വചനപ്രഘോഷം നടക്കുന്നുണ്ടോ? ലോകത്തെവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന സെൻ്റർ ഏതാ? മുരിഞ്ഞൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം. 8 ഭാഷയിൽ 365 ദിവസം അവിടെ ധ്യാനം നടക്കുക. എത്രയോ ലക്ഷങ്ങൾ വന്നുപോയി. നമുക്ക് എത്ര ദേവാലയങ്ങളുണ്ട്? 4700-ലധികം ദേവാലയങ്ങളുണ്ട്. അവിടെ എല്ലാം വചനപ്രഘോഷണമില്ലേ? അതിനനുസരിച്ചൊരു മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടോ? എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? നമ്മുടെ വിശ്വാസം നമ്മൾ എക്സർസൈസ് ചെയ്യുന്നില്ല. പശു പുലി തിന്നാൽ അത് അയവിറക്കണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചത്തുപോകും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ വിശ്വാസം നമ്മൾ എക്സർസൈസ് ചെയ്യണം. അപ്പോൾ ദൈവം വഴി നടത്തുന്ന അനുഭവം നമുക്കുണ്ടാവും. ഹല്ലേലൂയ. ഞങ്ങളൊരിക്കൽ വയനാട്ടിൽ ചുണ്ടയിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ണൂർ ജില്ലയിൽ ആലക്കോടുള്ള പുല്ലങ്കാവിൽ ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം തെരുവിൽ വചനം പറയുന്ന ആളാണ്. അദ്ദേഹം കുടുംബസമേതം അതിലെ കാറിന് വന്നു. ഞങ്ങൾ വചനം പറയുന്നുണ്ട്, അദ്ദേഹം കാർ നിർത്തി. ഞാൻ ഓടി കാറിനടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു, ജോസിയേട്ടൻ 2 വാക്ക് പറഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്കൊന്നും പറ്റത്തില്ല, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ്. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, വചനം 2 മിനിറ്റെങ്കിലും പറഞ്ഞിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞ് കാറിൻ്റെ താക്കോലെടുത്തു, ഡോറ് തുറന്നു, അദ്ദേഹത്തെ കയ്യെ പിടിച്ചിറക്കി മൈക്കിൻ്റെ മുന്നേ കൊണ്ടുവന്ന് നിർത്തി. അദ്ദേഹം ഒരു 10 മിനിറ്റ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് അൾസർ എന്ന് പറഞ്ഞ അസുഖമുണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ള അസുഖമാണത്. അന്ന് അദ്ദേഹത്തിന് അതിൻ്റെ വേദന കൂടിയ ഒരു ദിവസമായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം 5-6 മിനിറ്റ് 10 മിനിറ്റ് താഴെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗം നിർത്തിയത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അദ്ദേഹം കാറിൽ ചെന്ന് കയറിയപ്പോൾ വേദന പോയി. അതിനുശേഷം ഇന്ന് വരെ, എനിക്ക് തോന്നുന്നു 2 കൊല്ലമായി, ഇന്ന് വരെ ആ രോഗമില്ല. ഹല്ലേലൂയ. ഞാൻ സ്പോണ്ടിലോസിസ് രോഗമുള്ളൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മൂത്ത മോള് മെഡിക്കൽ കോളേജിൽ PGക്ക് പഠിക്കുമ്പോൾ മോളെ അവിടെ കൊണ്ടുപോയി ഒരു പ്രൊഫസറെ കാണിച്ചു. MRI സ്കാൻ ചെയ്തു. എന്നോട് പറഞ്ഞു, തോളത്ത് ബാഗൊന്നും തൂക്കിയിട്ട് നടക്കരുത്, കുനിഞ്ഞിട്ടൊന്നും ചെയ്യരുത്, തലോണ വെച്ച് കിടക്കരുത് എന്നൊക്കെ പറഞ്ഞ് 1 മാസത്തെ മരുന്നിന് കുറിച്ച് തന്നു. ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ആ ചീട്ട് വലിച്ച് കയറിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്തത് എന്താണെന്നറിയാമോ? ശാലോൻ TV യിൽ ആരാധന നടക്കുമ്പോൾ എൻ്റെ കൈ പോക്കത്തില്ല.
ഞാൻ മറ്റേ കൈ കൊണ്ട് ഈ കൈ പിടിച്ച് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ ആരാധനയുടെ സമയത്ത് ശാലോം ടി വിയിൽ ആരാധനയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതെന്നാ സൗഖ്യപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം 3-4 കൊല്ലമായി എനിക്കതിൻ്റെ യാതൊരു തകരാറുകളുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം വെട്ടുതുറ ധ്യാന കേന്ദ്രത്തിൽ 2 ധ്യാനം അടുപ്പിച്ച് നടത്തി. ഒരു തപസ് ധ്യാനം, ഒന്ന് ആന്തരിക സൗഖ്യ ധ്യാനം. ഈ 2 ധ്യാനങ്ങളും നടത്തിയത് മുൻ KST ചെയർമാൻമാർ കളത്തലച്ഛനും അതുപോലെ സൈമൺ വള്ളോപ്പള്ളി അച്ഛനുമാണ്. ആദ്യം തപസ് ധ്യാനമായിരുന്നു. ആ തപസ് ധ്യാനം തുടങ്ങിയ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, അച്ഛാ വൈകുന്നേരം എന്നെ ഫ്രീ ആയിട്ട് വിടണം, കടപ്പുറത്ത് വചനം പറയാൻ എന്നെ വിടണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു പോക്കോളാൻ പറഞ്ഞു. എന്നെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടു. ഞാൻ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ ഒരു 3-4 ചെറുപ്പക്കാർ ഞങ്ങളുടെ ധ്യാനം കൂടിയവരുണ്ടായിരുന്നു. അവർ മദ്യം കഴിച്ചിരിക്കുകയായിരുന്നു. അവർ ഞാൻ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാ വന്നത്. ഞാൻ പറഞ്ഞു വചനം പറയാനാ. ഒന്നാം പുറത്തോട്ട് വിടുമെന്നൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വചനം പറയാൻ തുടങ്ങി. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മൾ വലിയ മൈക്ക് സംഘടിപ്പിക്കാം, ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ആ സെൻറ്ററിൻ്റെ ഡയറക്ടർ ട്രീസ സിസ്റ്ററിനെയും വേറെ കാർമൽ സിസ്റ്ററിനെയും കൂട്ടി അവിടെ ചെന്നപ്പോഴേ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അവരവിടെയൊക്കെ ട്യൂബ് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കസേരകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊന്ത ചൊല്ലി സ്തുതി ആരാധന നടത്തി, വചനം പറഞ്ഞു. അവസാനം എനിക്ക് തോന്നി സുനാമിക്ക് ശേഷം ഈ കടലിൽ മീനില്ല, ഇവരെ കടലിലേക്ക് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിപ്പിച്ചാലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവരെല്ലാം കടലിലേക്ക് കൈ നീട്ടി പ്രാർത്ഥിപ്പിച്ചു. 3-ാം ദിവസം സൈമണച്ചൻ വന്നു. സൈമണച്ചനെ ഞാൻ അവിടെ കൊണ്ടുപോയി. 2 ദിവസം സൈമണച്ചനും അവിടെ പ്രസംഗിച്ചു. പ്രിയപ്പെട്ടവരെ, 5-ാം ദിവസം കടലിൽ പോയവർക്ക്, വള്ളത്തിൽ പോയവർക്ക് വള്ളം നിറയെ മീൻ, ബോട്ടിൽ പോയവർക്ക് ബോട്ട് നിറയെ മീൻ. 1 മാസം ആ കടപ്പുറത്ത് ചാകരയായിരുന്നു. ഹല്ലേലൂയ. അത് ജീവജാലയിൽ സുവിശേഷ ചാകര എന്ന പേരിൽ അന്ന് പ്രസിദ്ധീകരിച്ച് ഞാൻ ആ മാസിക സൂക്ഷിച്ചു വെച്ചതാ. സുവിശേഷ ചാകര എന്ന പേരിൽ. അന്ന് മാറിവാനി സ്കൂളിലെ പ്രൊഫസറായിരുന്നു സാമുവേൽ കാട്ടുകല്ലിൽ അച്ഛൻ. സാമുവേൽ ഐറേനിയസ് പിതാവാണിന്ന്. ആ അച്ഛൻ അന്ന് അറിഞ്ഞു, എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ഇത് പതിവായിട്ട് ചെയ്യണം. ഇപ്പോഴും തിരുവനന്തപുരത്ത് എന്നാൽ ആ പിതാവ് ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും, ഞാൻ അവിടെ പോകും. പിതാവിന് എന്ത് താല്പര്യമാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ സംഭവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട്, എൻ്റെ മോള് MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുമ്പോഴേ ഒരു ദിവസം എൻ്റെ മനസ്സിൽ ദൈവം ഒരു ചിന്ത തരിക, നിൻ്റെ മോള് പഠിക്കുന്ന കോളേജിൻ്റെ മുന്നേ പോയി പ്രസംഗിക്കുക. അങ്ങനെ ഒരു സന്ദേശം കിട്ടി. പ്രിയപ്പെട്ടവരെ, ഞാനിരുന്ന് പ്രാർത്ഥിച്ച് ശക്തി ആർജിച്ചു. മൈക്കുമായിട്ട് പോയി മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ഗേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മോളോ കൂട്ടുകാരികളോ വരാൻ ഇടവരുത്തരുതേ. അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷേ ആ പ്രാർത്ഥന മറുകുറ്റി പാഞ്ഞു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മോളും കൂട്ടുകാരികളും അതിലേ കടന്നുപോയി. ഞാൻ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം ഭാര്യയും മക്കളും കൂടി ഇത് ചർച്ചാ വിഷയമാണ്. അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നതേ പറഞ്ഞു, എൻ്റെ ഭാര്യ പറഞ്ഞു, എവിടെ വേണേലും പോയി പ്രസംഗിക്കാം, മക്കളുടെ കോളേജിൽ പിന്നെ മാത്രം പോയി പ്രസംഗിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മക്കളോട് പറഞ്ഞു, നമുക്ക് വേണ്ടി നഗ്നനാക്കപ്പെട്ട ദൈവം, നമുക്ക് വേണ്ടി പീഡ സഹിച്ച ദൈവം, നമുക്ക് വേണ്ടി മരിച്ച ദൈവം, ആ ദൈവത്തെ ഞാൻ പ്രഘോഷിച്ചത്. 1 സാമുവേൽ പുസ്തകത്തിൽ പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ.